നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്തായിരുന്നാലും നമ്മളെല്ലാവരും ഒരു UDF സർക്കാർ അധികാരമേൽക്കുന്നത് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എന്നറിയാം. എന്നാൽ UDF സർക്കാർ അധികാരമേൽക്കുമ്പോൾ ആരായിരിക്കും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ള ഒരു ആശയക്കുഴപ്പം ജനങ്ങൾക്ക് മാത്രമല്ല, ഇപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആകമാനമുണ്ട് എന്നുള്ളതാണ്. 46 MLA-മാരുടെ പിന്തുണയോടുകൂടി തനിക്ക് അങ്ങനെ അത്രയും പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇടങ്ങ് ഡൽഹിയിൽ വരെ ഫ്ലെക്സ് ബോർഡുകൾ ഉയർത്തിക്കൊണ്ടാണ് KC വേണുഗോപാൽ ഈ ഒരു പോരാട്ടത്തിൻ്റെ മുൻനിരയിൽ നിൽക്കുന്നത്. രണ്ടാമതായി ഡോക്യുമെൻ്ററിയും അതോടൊപ്പം തന്നെ ചില വീഡിയോകളും കേരള യാത്ര എന്ന് പറഞ്ഞുകൊണ്ട് പോഡ്കാസ്റ്റുമൊക്കെ ഒരുക്കിക്കൊണ്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയും പിന്നീട് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിൽ ഇത്രയും മിന്നുന്ന വിജയം കരസ്ഥമാക്കാൻ പ്രധാനപ്പെട്ട കാരണക്കാരൻ താനാണ് എന്ന് 100 വട്ടം എല്ലാവരെയും കൊണ്ടും പറയിച്ചും പറഞ്ഞും തൻ്റെ ചില നിയമസഭാ പ്രസംഗങ്ങളും അതോടൊപ്പം ചില പ്രസംഗങ്ങളുമൊക്കെ ഇങ്ങനെ പുസ്തക രൂപത്തിൽ പുറത്തിറക്കിക്കൊണ്ട് നടക്കുന്ന VD സതീശനും അങ്ങനെ അവരും വീഡിയോകൾ എല്ലാവരും ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ഇവർ 3 പേരും തമ്മിലുള്ള ഒരു കിടമത്സരമാണ് ശരിക്കും കേരളത്തിലുള്ള ജനങ്ങൾ ഇനിയിപ്പോൾ അങ്ങോട്ട് കാണാൻ പോകുന്നത്. ഏകദേശം PC വിഷ്ണുനാഥ് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ അധികാരമേറ്റ് 2 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞിട്ട് എവിടെയാണ് സർ നിങ്ങളുടെ മുഖ്യമന്ത്രി എന്ന് ചോദിക്കേണ്ട അവസ്ഥ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്കുണ്ട്. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അധികാരമേറ്റു എന്ന് തന്നെ ഇരിക്കട്ടെ, ഏതെങ്കിലും ഒരാൾ ഇനിയിപ്പോൾ VD സതീശൻ തന്നെ മുഖ്യമന്ത്രിയായി അധികാരമേറ്റു എന്ന് തന്നെ ഇരിക്കാം, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല തന്നെ മുഖ്യമന്ത്രിയായി എന്ന് കരുതാം, അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഇരിക്കൂറിൽ നിന്ന് KC വേണുഗോപാൽ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയായി എന്ന് തന്നെ ആയിരിക്കട്ടെ. ഇവർ 3 പേരിൽ ആര് ഒരാൾ മുഖ്യമന്ത്രി ആയിരുന്നാലും കേരളത്തിൻ്റെ ഭരണം വളരെ സുതാര്യവും സുവ്യക്തവും സുദൃഢവുമായി നടക്കുമോ എന്നുള്ള കാര്യത്തിൽ നമുക്കെപ്പോഴും സംശയമുണ്ടാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ട്. ഒന്നാമതായി പറയേണ്ടത്, ഈ പറയുന്ന ഇവരിൽ ആര് മുഖ്യമന്ത്രി ആയിരുന്നാലും മറ്റ് 2 പേർ കേരളത്തിൻ്റെ സുപ്രധാന പദവികൾ വഹിക്കേണ്ടവർ തന്നെയാണ്. ഇവരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഭരണ സംവിധാനം നിലനിർത്തിക്കൊണ്ട് പോവുക എന്ന് പറഞ്ഞാൽ UDF സർക്കാരിനെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, VD സതീശനാണ് മുഖ്യമന്ത്രിയെങ്കിൽ മറ്റ് 2 പേർ അനുസരിക്കില്ല. ഇനിയും രമേശ് ചെന്നിത്തലയാണെങ്കിലും ഇത് തന്നെ അവസ്ഥ, KC ആണെങ്കിലും കെട്ടിയിറക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അവരും അനുവദിക്കാനോ അനുസരിക്കാനോ യാതൊരു സാധ്യതയുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി അവതരിപ്പിച്ച ആ ഒരു 5 വാഗ്ദാനങ്ങൾ നടപ്പിലാകാതെ പോകുന്നു. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്ത്രീകൾക്ക് KSRTC ബസ്സിൽ സൗജന്യ യാത്ര എന്ന് പറയുന്നത്. അത് ഏത് രീതിയിൽ നടപ്പാക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ നടപ്പാക്കും എന്നുള്ള വ്യക്തത ഇപ്പോഴും നമ്മുടെ മുന്നിൽ ഇല്ല. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ, KSRTCയിൽ സിറ്റി ബസ് സർവീസുകൾ മുതൽ അങ്ങ് ഇൻട്രസ്റ്റേറ്റ് ബസ് സർവീസുകൾ വരെ, പ്രീമിയം ബസ് സർവീസുകൾ വരെ ഉണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇതിൽ ഏതൊക്കെ ബസ്സുകളിലാണ്, ഏതൊക്കെ കാറ്റഗറിയിൽപ്പെട്ട ബസ്സുകളിലായിരിക്കും സൗജന്യ ബസ് യാത്ര ഉറപ്പാക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇനിയും അഥവാ ഈ പറയുന്ന സ്ലീപ്പർ ബസ്സുകളിൽ, അതായത് പ്രീമിയം ബസ്സുകളിലൊന്നും ഈ സൗജന്യ യാത്ര അവർക്ക് അനുവദിക്കാനേ കഴിയില്ല. കാരണം ഒരു സീറ്റിന് തന്നെ അല്ലെങ്കിൽ ഒരു യാത്രയ്ക്കായി തന്നെ 1500 മുതൽ 2500 വരെ തുക മുടക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ അത് പൂർണ്ണമായി എങ്ങനെ സൗജന്യമാക്കും എന്നുള്ളത് ഒരു വലിയ പ്രതിസന്ധിയായിട്ടുണ്ട്. തന്നെയല്ല, ദീർഘദൂര സൂപ്പർഫാസ്റ്റ്, മിന്നൽ തുടങ്ങിയ ബസ്സുകളിലൊന്നും ഈ സൗജന്യ യാത്ര അനുവദിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ KSRTC ബസ്സിൻ്റെ ഒരു മാസത്തെ വരുമാനം 1 കോടി ആണ് നമ്മൾ കരുതുക. അതിലെ 50% യാത്രക്കാർ സ്ത്രീകളാണെങ്കിൽ തന്നെയും ഈ പറയുന്ന 50 ലക്ഷം രൂപ ഒരു മാസം KSRTCക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ മുടക്കേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തെ ഏകദേശം 6 കോടി രൂപയോളം 60 കോടി രൂപയോളം സംസ്ഥാന സർക്കാരിന് അധിക ബാധ്യതയായി മാറുന്ന സാഹചര്യം. 1 കോടിയാണെങ്കിൽ KB ഗണേഷ് കുമാർ പറഞ്ഞ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ ഏറെക്കുറെ 10 മുതൽ 12 കോടി രൂപ വരെയൊക്കെ ഒരു ദിവസം തന്നെ പിരിവ് വരുന്നുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറയുന്ന തുക എത്രത്തോളം ആയിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ KSRTC ജീവനക്കാർക്കുള്ള ശമ്പളം, അതോടൊപ്പം തന്നെ ഇവരുടെ പെൻഷൻ തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും ഒരു മുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന വാഗ്ദാനം എത്രത്തോളം പ്രാവർത്തികമാക്കപ്പെടും എന്നുള്ള ഒരു സംശയം ഇപ്പോഴും നമ്മുടെ മുന്നിലുണ്ട്. അതുമാത്രമല്ലെന്നേ, ഈ പറയുന്ന സൗജന്യ യാത്ര അനുവദിച്ചുകൊണ്ട് ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിലെയും അവിടുത്തെ പൊതുഗതാഗതത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരവും പരിശോഷിതവുമാണ് എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അത് അങ്ങനെ നിൽക്കുന്നു. പിന്നീട് മറ്റൊന്ന്, ഈ പറയുന്ന 25 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പദ്ധതി, ആരോഗ്യ ഇൻഷുറൻസ്, ഉമ്മൻചാണ്ടി ആരോഗ്യ
ഇൻഷുറൻസ് പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പറയുന്നു. ഇതിൻ്റെ പ്രീമിയത്തിൻ്റെ എങ്ങനെയാണ് വാർഷികം പ്രീമിയം, ആരാണ് ഈ വാർഷിക പ്രീമിയം അടയ്ക്കുന്നത്, അതിന് എത്ര കോടി രൂപ നീക്കിയിരിപ്പുണ്ട് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ നമുക്ക് സംശയമുണ്ട്. അതിന് വെച്ചിരിക്കുന്ന ക്രൈറ്റീരിയകൾ എന്തുണ്ട്, എല്ലാ പൗരന്മാർക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുമോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കുമോ തുടങ്ങിയ ഒരുപാട് സംശയങ്ങൾ ഇപ്പോഴും നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ പറയുന്ന അടുത്ത വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും അത് പിന്നെ എങ്ങനെയെങ്കിലും നടപ്പിലാക്കാം എന്ന് തന്നെ വയ്ക്കാം. അതോടൊപ്പം പിന്നെ ഈ പറയുന്ന സ്റ്റാർട്ടപ്പിൽ അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് കൊടുക്കുന്ന പൈസയാണെങ്കിലും അതും എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാൻ നോക്കാം. കാരണം ഈ പറയുന്ന കോൺഗ്രസ്സുകാർ അധികാരമേൽക്കുമ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവ് കാലിയല്ല. അതിനകത്ത് 4000 കോടി രൂപ ഇപ്പോൾ നികുതി ഇനത്തിൽ സംസ്ഥാന സർക്കാർ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഒഴിഞ്ഞുപോയ പിണറായി വിജയൻ സർക്കാർ, അല്ലാതെ അവിടെ വി ഡി സതീശൻ പറഞ്ഞ പോലെ പൂച്ച പെറ്റ് കിടക്കുകയല്ല എന്നർത്ഥം. ഇനിയും മറ്റൊരു കാര്യം നമുക്ക് ആലോചിച്ച് നോക്കാം. ഇവിടെ വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കേന്ദ്ര വിഹിതങ്ങളെല്ലാം കേരളത്തിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഒരു വലിയ ഭഗീരഥ പ്രയത്നം തന്നെ വേണ്ടിവരും എന്നർത്ഥം. എങ്ങനെയാണ് ഭഗീരഥ പ്രയത്നം വേണ്ടി വരുന്നത്? കേരളത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ പാർട്ടിയിൽപ്പെട്ടവർക്ക് ഭരിക്കുന്ന സംസ്ഥാനത്തിലേക്ക് ഇനിയും വികസന പദ്ധതികളൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് വരും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതായത് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ കേരളം വീണ്ടും ചുരുങ്ങാൻ പോകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടി വരും. ഇനി വരും ഭാവിയിൽ നമുക്കതിനെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു ദുരവസ്ഥ കൂടി കേരളത്തിനുണ്ടാകുന്നു. തന്നെയുമല്ല, ഈ പറയുന്ന നിതിൻ ഗഡ്കരി ആകട്ടെ, അമിത്ഷാ ആകട്ടെ, നരേന്ദ്രമോദി ആകട്ടെ, ഇവരുമായി നല്ല രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ട അതായത് ഒരു യൂണിയൻ ഗവൺമെൻറ്റും ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റും തമ്മിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഫെഡറൽ സംവിധാനം വെച്ച് പുലർത്തിക്കൊണ്ടു പോകാൻ വി ഡി സതീശനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണെങ്കിൽ പോലും നടക്കുമോ എന്നുള്ള കാര്യവും ഇപ്പോൾ സംശയത്തിന് നിഴലിൽ നിൽക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രധാനപ്പെട്ട നിതിൻ ഗഡ്കരിയുമായി ഒരു ബന്ധം വെച്ച് പുലർത്തിക്കൊണ്ട് പോയാൽ മാത്രമേ നമ്മുടെ ദേശീയപാത വികസനം സാധ്യമാകൂ എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അത് പൂർത്തിയാകണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അവരുമായുള്ള ഇടപഴകൽ ഈ പറയുന്ന ഒരു ഫെഡറൽ സംവിധാനത്തിൻ്റെ ഭാഗമായി ഇവിടുത്തെ സംസ്ഥാന സർക്കാർ പുലർത്തേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഇതിനകത്തേക്ക് വരും. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പല പദ്ധതികളിലും ഇനിയിപ്പോൾ ഈ പറയുന്ന കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടതുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ ഏത് വഴിക്ക് പോകുമെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് ഇപ്പോഴും സംശയമുണ്ട്. ഇനി ഈ പറയുന്ന പോലെ 3000 രൂപ ക്ഷേമ പെൻഷൻ അനുവദിക്കും എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് ഏത് രീതിയിലാണ്? ഇപ്പം നിലവിൽ നമുക്കറിയാം ഈ ക്ഷേമ പെൻഷനുകൾ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ഒരു കമ്പനി തന്നെ രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്പനിയുമായി തന്നെ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കുപോക്കുകൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും കുറച്ചുകൂടെ വ്യക്തത വരേണ്ടതുണ്ട്. അതായത് നിലവിൽ ഈ പറയുന്ന സംസ്ഥാനത്തിലേക്ക് അനുവദിച്ചു നൽകും എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ കൃത്യമായ ഒരു കോർഡിനേഷൻ ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. അങ്ങനെ ഒരു കോർഡിനേഷൻ സംവിധാനം സംസ്ഥാനത്തിനകത്ത് ഈ പറയുന്ന ഈ 3 പേരിൽ ആരെങ്കിലും ഒരാൾ മുഖ്യമന്ത്രി ആയാൽ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലും നമ്മളുടെ മുന്നിൽ സംശയമുണ്ട്. ഇവിടെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഏകദേശം 27 സീറ്റിൽ മത്സരിച്ച് 22ഓളം സീറ്റ് പിടിച്ചെടുത്ത് നിൽക്കുന്ന മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ട്. അതിൽ ആരോഗ്യ വകുപ്പ് മിക്കവാറും ഈ പറയുന്ന മുസ്ലിം ലീഗിന് വിട്ടുകൊടുത്തിട്ട് വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കാനുള്ള ഒരു നീക്കം നടക്കുന്നുണ്ട്. എന്നാൽ അത് ഫലവത്താകുമോ അല്ലെങ്കിൽ ആ ഒരു നീക്കം അന്തിമമായി നമുക്ക് ഗുണകരമായി തീരുമോ എന്നുള്ള കാര്യവും സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പം ലീഗിന് പരമാവധി പ്രാധാന്യം നൽകുന്നു. അതോടൊപ്പം തന്നെ നിലവിൽ ഈ പറയുന്ന മന്ത്രിമാരെ കോർഡിനേറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉണ്ടാകാൻ പോകുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉണ്ടാകാൻ പോകുന്ന ഒരു വലിയ വീഴ്ച കൂടി സാധ്യതകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സംശയം നമ്മൾ പുലർത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം ഈ പറയുന്ന ഒരു ഗ്രൂപ്പ് സംവിധാനം ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ശക്തമായി തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് 46 MLA-മാരുടെ ഭൂരിപക്ഷം തനിക്കുണ്ട് എന്ന KC വേണുഗോപാലിൻ്റെ ഏറ്റവും സുപ്രധാനമായ വാദം. ആ വാദം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒരു ഗ്രൂപ്പ് വൈരവും ഗ്രൂപ്പ് പോരും ഈ പറയുന്ന കോൺഗ്രസ് അല്ലെങ്കിൽ ഈ പറയുന്ന UDF സർക്കാരിനുള്ളിൽ ഉണ്ടാകും എന്നുള്ള കാര്യം തീർച്ചയാണ്. ആ ഗ്രൂപ്പുകളെയും ഗ്രൂപ്പ് വഴക്കും കാരണം കേരളത്തിൻ്റെ ഭരണം തന്നെ ഒരു ഘട്ടത്തിൽ അനിശ്ചിതാവസ്ഥയിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് 2011 മുതൽ 16 വരെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ കണ്ടതാണ്. ഉമ്മൻചാണ്ടി സർക്കാരിനെ ഒരു ഘട്ടത്തിൽ പോലും ഭരിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ അദ്ദേഹത്തെ ബ്ലോക്ക് ചെയ്തു വെച്ചത് പിണറായി വിജയനോ അല്ലെങ്കിൽ VS അച്യുതാനന്ദനോ ആരുമായിരുന്നില്ല, മറിച്ച് ഇവർ തന്നെ ആയിരുന്നു, കോൺഗ്രസ്സുകാർ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
ഇവിടെ അധികാരമേറ്റ്, അതായത് ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ അടക്കം അറസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് സ്വന്തം മുന്നണിയിലെ ഘടകകക്ഷിയായ ഇദ്ദേഹത്തിൻ്റെ, അതായത് എം മാണി സാറിൻ്റെ വീട്ടിൽ വിജിലൻസിൻ്റെ റെയ്ഡ് സംഘടിപ്പിക്കുന്നത്. അങ്ങനെ തുടങ്ങി സ്വന്തം പാർട്ടിക്കാരെയും സ്വന്തം മുന്നണിക്ക് ഉള്ളിലുള്ളവരെ പോലും കെണിയിലാക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു മുന്നണി തന്നെയാണ് UDF, അല്ലെങ്കിൽ അതിൽ നേതൃത്വം വഹിക്കുന്ന കോൺഗ്രസ് എന്ന് നമ്മൾ കാണേണ്ടി വരും. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രതിസന്ധികളെയാണ് കേരളം ഇനി വരും ഭാവിയിൽ നമ്മൾ തരണം ചെയ്യേണ്ടത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ കേരളത്തിൻ്റെ ഈ വരുന്ന ഒരു വർഷക്കാലം കൊണ്ട് നമുക്ക് ഏറെക്കുറെ നമ്മുടെ ഈ സർക്കാരിൻ്റെ പോക്ക് എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും എന്നാണ് തോന്നുന്നത്. അതുവരെ ഈ തർക്കങ്ങൾ അങ്ങോട്ട് മുറുകട്ടെ. ഏറ്റവും ഒടുവിൽ ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നെങ്കിൽ തീരുമാനിച്ചുകൊണ്ട് ഈ മാസം തന്നെ ഒരു സമവായത്തിലെത്തി മുഖ്യമന്ത്രി തീരുമാനമായി സത്യപ്രതിജ്ഞ നടക്കുന്നെങ്കിൽ നടക്കട്ടെ. നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.